മാമി ഏതോ ഒരു കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിൽ വരെ ഭൂമി എടുത്ത് അല്ലെങ്കിൽ വിറ്റ് അതിന്റെ കമ്മീഷൻ മാമി കൊടുത്ത് പിരിഞ്ഞു പോയ മനുഷ്യന്മാരാണ്. അപ്പോൾ രണ്ടാമത് വട്ടം വിളിക്കുന്നതോട് കൂടിയിട്ട് എന്തായി? പിന്നെയും വിളിപ്പിക്കും, നാട്ടിലിതറിയും, മാനക്കേടാകും. അപ്പൊ എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി തരണം, ഞാനില്ലല്ലോ ഇതിൽ സാറേ, രക്ഷപ്പെടുത്തി തരണം, മാനക്കേടാണ്. അങ്ങനെ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുക. 5ഉം 10ഉം 20ഉം 25ഉം 50 ലക്ഷം വരെ കൊടുത്തോണ്ട്. ഈ 50 ലക്ഷം കൊടുക്കണവന് നമ്മൾക്ക് ഒരു 50,000 വിലയുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 10 ലക്ഷം കൊടുക്കുന്നവന് ഒരു 10,000 രൂപയുടെ വിലയുള്ളൂ അവനെ സംബന്ധിച്ച്. ഇത് നല്ല കൊയ്ത്താണ്. അത് അമ്പകുരം തുടരുന്നുണ്ട്. ഇപ്പോഴേ നിന്നിട്ടുള്ളൂ. ഈ വിഷയത്തിൽ 4 വർത്താനം ഞാൻ പറഞ്ഞു വെച്ചാ ആ പണി നിന്നത്. അപ്പൊ അതൊരു ചാകര. മാമി പുറപ്പെട്ട് എത്തിയ അവസാനത്തെ ടവർ എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് 12 കിലോമീറ്ററാണ് മാമിയുടെ ഒരു കേന്ദ്രത്തിൽ. അവിടുന്ന് പിന്നെ മാമി എന്തായിരുന്നുള്ളത് ആർക്കും അറിയില്ല. അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നാളെ ഞാൻ കോഴിക്കോട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ പോവാണ്. ഇതിനെ ചോദ്യം ചെയ്തതാണ് അൻവറിന്റെ കുറ്റം. ജിഫ്രി, നമ്മുടെ താനൂർ എന്ത് ജിഫ്രിയാണ്? താമർ ജിഫ്രി എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 കാര്യം ഒന്നേ വിട്ടുപോട്ടെ, പ്ലീസ് മറന്നുപോകും, അല്ലെങ്കിൽ നാളെ അത് പറയും. അതായത് ഈ പോലീസ് സ്വർണം അന്വേഷിക്കുമ്പോ കേസെടുത്താൽ ഈ സ്വർണം ആരിൽ നിന്നാണ് വാങ്ങി വന്നത് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. കസ്റ്റംസ് ആണ് ഇത് പിടിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ ലോ ഉണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ കസ്റ്റംസിന് പോകാം, ദുബായിൽ ഇവരന്വേഷിക്കാം, അറസ്റ്റ് ചെയ്യാം. അതുവരെ നടത്തുന്നില്ല, പോലീസിന് നടത്താൻ കഴിയില്ല. എന്നാൽ പോലീസിന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കളവ് മുതലായി ഒരു സ്വർണം കസ്റ്റഡിയിലെടുക്കുമ്പോ ഇത് കൊടുക്കാനുള്ള ഒരാളുണ്ടല്ലോ. ഈ വരുന്ന സാധുക്കൾ ടിക്കറ്റിന്റെ പൈസന്റെ ലാഭത്തിനാ ഈ കാരിയർമാർ വരുന്നത്. 5,000 10,000 ചായ പൈസയാണ് കിട്ടുന്നത്. എന്നാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ച ഈ പ്രതിയിൽ നിന്ന് ഇത് കൊടുക്കേണ്ടവന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും അവൻ്റെ അടുത്തുണ്ടാവുമല്ലോ. ഒരാൾ അറസ്റ്റ് ചെയ്തോ? ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? കൃത്യമായ അന്വേഷണം, സാക്ഷിമൊഴികൾ, റെക്കോർഡുകൾ. എന്തിനാണ് ഈ സാധു പോയി പെടാൻ നിൽക്കുന്നത്? ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ഈ വാറോല 1500 ഗ്രാം പാന്റും ട്രൗസറും കത്തിച്ച് അത് ഉരുക്കി വരുമ്പോൾ 950 ഗ്രാം ആവും വരെ. മുഖം തിരിച്ചിരുത്തി പ്രതികളെ മഹത്വവൽക്കരിക്കുകയാണോ? ആ മീഡിയ 1 24 ഒക്കെ കൊടുത്തതിൽ പോലെ മുഖം ഇങ്ങനെ ഷെയ്ഡ് ഇരുത്തിയിട്ടാ. അപ്പൊ ഞാൻ ഈ പുറത്ത് വിട്ട ഈ 2 കുട്ടികളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേർക്ക് നേരെ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളുണ്ട് അൻവറാക്കാന്ന് പറഞ്ഞു. അപ്പം തിരിച്ചിരിക്കേണ്ട, നേർക്ക് നേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെടാൻ നിന്നിട്ടില്ല. അപ്പൊ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇതുവരെ അന്വേഷണമില്ല. ആരിൽ നിന്ന് കൊണ്ടുവന്നു അന്വേഷണമില്ല. ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണമാണ് ഈ കൊള്ളയടിച്ചു പോകുന്നത്. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചതാണ് എന്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെ MLA ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും. രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാണ്. ഞാൻ മറക്കൂല. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും. മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഇവിടെ നിന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും. പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടി വരും. പലതും വരുന്നുണ്ടല്ലോ. ഞാനേതായാലും അങ്ങനെ ഒരുങ്ങി നിൽക്കുക. ഇന്നിപ്പോ വാർത്ത വന്നപ്പോ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, സിഗരറ്റ് നിങ്ങൾ കൊടുത്തു തരണം കേട്ടോ, ജയിലിൽ നിൽക്കുന്ന അവിടെ കിട്ടൂല. ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കലുണ്ട്. അത് മാത്രം ചെയ്തു തന്നാൽ മതി.
അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുക്കുക. എന്റെ വായ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും മാമി കേസും റിദാൻ കേസും താനൂർ കേസും ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഞാനിപ്പോൾ ഒതുങ്ങി നിൽക്കുക. താനൂർ ജിഫ്രി കേസ് തങ്ങളിൽ ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫാക്കിയിരിക്കുകയാണ്. ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം CBI വേറെ ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോവുക. അപ്പൊ ഇവിടെയൊക്കെ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത് നെക്സസ്. എന്താണ് NEXUS, നെക്സസ്. മനസ്സിലായോ? ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കൊള്ളി.